നമസ്കാരം. കണ്ടോൻ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. 2025 കടന്നിരിക്കുകയാണ് നമ്മളല്ലേ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതണു. നമ്മളുടെ ഈ താമര ഉണ്ടാകുന്നത് ചെളിയിൽ നിന്നാണെങ്കിലും നമ്മളെ ആകർഷിക്കുവാനുള്ള ഗുണങ്ങളും ഭംഗിയൊക്കെ അതിനുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് മനുഷ്യനും. ജീവിത സാഹചര്യം ഉയർന്നതോ താഴ്ന്നതോ എന്നതിലല്ല, ഹൃദയശുദ്ധിയും നന്മയും നമുക്കുണ്ടെങ്കിൽ എല്ലാവർക്കും നാം പ്രിയപ്പെട്ടവരായിട്ട് മാറും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പുതുവർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജീവിതമെന്നും നന്മകൾ നിറഞ്ഞതാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളുടെ ഈ ഒരു വീഡിയോ തുടങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൃശ്യവൽക്കരണത്തിൻ്റെ ശക്തിയെ പറ്റിയിട്ടാണ്. നിങ്ങളിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടുന്നതിനും ഏറ്റവും എളുപ്പവും വളരെ ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ വിഷ്വലൈസ് ചെയ്യുക. വിശ്വാസവും വ്യക്തമായ ചിന്തയും കഴിഞ്ഞാൽ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ സിദ്ധി ഈ വിഷ്വലൈസേഷനാണ്. ദൃശ്യവൽക്കരണ ശേഷി എന്ന് പറയും. ദൃശ്യവൽക്കരണ പ്രക്രിയ ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതിൽ രഹസ്യമായൊന്നുമില്ല, രഹസ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല. നമ്മളെല്ലാവരും ദൃശ്യവൽക്കരിക്കാറുണ്ട്. ഒരു ദിവസത്തിൽ പല പ്രാവശ്യം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനൊരു ശരിയായ രീതിയും ഒരു തെറ്റായിട്ടുള്ള രീതിയും ഉണ്ട്. നിങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിരൂപം ഭൗതിക തലത്തിൽ ഒരു വസ്തുവായി മാറുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി നിശ്ചയിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. ഉടനടി അത്യാവശ്യമുള്ളത് മാത്രം അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. നിങ്ങളുടെ പ്രധാന ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വേറൊരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. പെട്ടെന്ന് നടക്കേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങൾ. ഇതെല്ലാം കൂടെ ഒരു സമയത്ത് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഒരെണ്ണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ നടപ്പിലാക്കിയെടുക്കുക, അത് സാക്ഷാത്കരിച്ചെടുക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. മിക്കവരുടെയും മനസ്സിൽ അവ്യക്തവും അപ്രധാനവുമായിട്ടുള്ള ചിന്തകൾ കൂടിക്കൊഴഞ്ഞാകെ കലപിലയായിട്ടും കിടക്കുന്നുണ്ടാവുക. മനസ്സിനെ ശുദ്ധീകരിച്ച് അതിൽ സുവ്യക്തമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത മാത്രം പ്രതിഷ്ഠിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ കേട്ടോ. ഇപ്രകാരം സ്വയം ഒരുക്കിയ ശേഷം നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്തു തുടങ്ങാം. ഏതാണ്ട് അരമണിക്കൂർ സമയം ഏകാഗ്രതയോടെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ബഹളം നിറഞ്ഞിട്ടുള്ള ചിന്തകളെ നമ്മളെ ഒന്ന് മാറ്റിവെക്കുക. കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് എല്ലാ ചിന്തകളിൽ നിന്നും മാറി വന്ന് ചുമ്മാ കണ്ണടച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം. തിരഞ്ഞെടുത്ത സ്ഥലത്ത് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം ശരീരാവയവങ്ങൾക്ക് ഒന്നൊന്നായി അയവ് വരുത്തുക. അതിനുശേഷം 5 മിനിറ്റോളം നമ്മൾ നമ്മളുടെ കാൽപാദം തൊട്ട്
തലയുടെ മുകൾ ഭാഗം വരെ ശ്രദ്ധ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ ശ്രദ്ധ സ്വന്തം മനസ്സിലേക്ക് തിരിക്കുക. കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഉൾക്കണ്ണിൽ സിനിമാ സ്ക്രീൻ പോലെയുള്ള ഒരു സ്ക്രീൻ സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായും അതിൽ വെളിച്ചം പരന്നിരിക്കുന്നതായും സങ്കല്പിക്കുക. ഇനി ഏകാഗ്രതയോടെ അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവിൻ്റെ വിശദമായ ചിത്രം തെളിച്ചു വരുത്തുവാൻ ശ്രമിക്കുക. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ ആ ചിത്രമായിട്ട് മുന്നിലെ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു എന്ന തോന്നൽ ഉളവാക്കുവാൻ പറ്റിയ തരത്തിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇതിന് നല്ല ഭാവനാശേഷിയും ഏകാഗ്രതാശേഷിയും അത്യാവശ്യമാണ്. വ്യക്തമായ ഈ ചിത്രം എത്ര നേരം നിലനിർത്തുവാൻ കഴിയുന്നുവോ അത്രയും വേഗം അത് യാഥാർത്ഥ്യമായിത്തീരും. ഇവിടെയാണ് ഏകാഗ്രതാശേഷിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമ്മൾ അറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇനി ഞങ്ങൾ ഒരു ബിസിനസ്സുകാരനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ സംരംഭത്തിൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, ഒരു വലിയ കമ്പനിയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സപ്ലൈ കരാറാണ് നിങ്ങൾക്ക് സംരംഭത്തിൻ്റെ വിജയത്തിന് ഉടനെ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്നാണെന്നുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായി നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ നിരത്തുന്ന വസ്തുതകളിൽ ബോധ്യം വന്ന് നിങ്ങൾക്ക് കരാറ് നൽകാമെന്ന് അയാൾ സമ്മതിക്കുന്നതായിട്ടും നിങ്ങൾക്ക് അദ്ദേഹം ഹസ്തദാനം ചെയ്ത് പിരിയുന്നതായിട്ട് നമ്മൾ ദൃശ്യവൽക്കരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നിമിഷം യാഥാർത്ഥ്യമായി തീരുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സങ്കീർണമല്ലാത്ത ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥവൽക്കരണം ഒരേയൊരു വിഷ്വലൈസേഷൻ കൊണ്ട് സാധിക്കാൻ പറ്റും. വളരെ സങ്കീർണമായ ഒന്നിൻ്റെ കാര്യത്തിൽ 100 എണ്ണമെങ്കിലും വേണ്ടി വന്നേക്കാം. നിങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രത്തിൽ ശബ്ദവും ഗന്ധവും അതിൽ നമ്മളിങ്ങനെ കാണുന്ന പിക്ചർ നമ്മൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് സംശയിക്കണം. നമ്മുടെ ഉള്ളിൽ വരും, ഞാനിത് കാണുന്നത് യാഥാർത്ഥ്യമാണോ അതോ ഞാൻ സ്വപ്നമാണോ എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണം. 2-3 മിനിറ്റ് നേരത്തേക്ക് ഈ ചിത്രം മനസ്സിൽ നിർത്തിയ ശേഷം അതിനെ മനസ്സിൽ നിന്ന് പാടേ മാറ്റിവെക്കുക. ഇതും അതിപ്രധാനമാണ്. കാരണം നിങ്ങൾ മനസ്സിൽ മെനഞ്ഞെടുത്തിട്ടുള്ള ചിത്രം മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ അതിനെ ഒരു ഭൗതിക യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിനുള്ള ഊർജം നിങ്ങൾ പാഴാക്കി കളയുകയാണ് സത്യത്തിൽ ചെയ്യണത്. നമ്മൾ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിഷ്വലൈസേഷനായിട്ട് ഇരിക്കുന്ന സമയത്തോ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ ഇമാജിനേഷൻ, അതിനെ നമ്മൾ അത് കഴിയുന്നതോട് കൂടിയിട്ട് ഉപേക്ഷിക്കാനും തയ്യാറാവണം. അതായത് ഉപേക്ഷിക്കാറുള്ള മനസ്സിൽ നിന്ന് മാറ്റി വെക്കണം. അതും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായി ദൃശ്യവൽക്കരണം ആരംഭിച്ചു കഴിഞ്ഞാൽ അവ സാധിക്കുന്നതിനു വേണ്ടി സകല കഴിവുകളും ഉപയോഗിച്ചിട്ട് നിങ്ങൾ പരിശ്രമിക്കുക വേണം. അല്ലാതെ നമ്മൾ സാധ്യതകളുടെ എല്ലാ കവാടങ്ങളും തള്ളി തുറക്കണം. നിങ്ങൾ ആഗ്രഹിച്ചത് നേടിത്തരുന്നതിന് മനസ്സിനെ ആവുന്നത്ര സഹായിക്കാനാകും വിധം നിങ്ങൾക്ക് എന്തുമാത്രം അതിനു വേണ്ടി എഫേർട്ട് എടുക്കാൻ പറ്റും. അനുകൂലമായ ഭൗതിക സാഹചര്യം സൃഷ്ടിക്കുവാൻ കഠിനമായിട്ട് നമ്മൾ പ്രയത്നിക്കുകയും വേണം. മറ്റൊന്നും കൂടിയുണ്ട്.
നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണെന്നും അതാരെയും ദ്രോഹിക്കില്ലെന്നും ഉറപ്പുണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ പരിശ്രമം തിരിച്ചടിക്കും, വിനാശമായിരിക്കും ഫലം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യേ സാധ്യതകളുടെ പരിധിക്കുള്ളിലുള്ളതായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ എന്നെ കണ്ടും കേട്ടും ഇരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. പുതുതായിട്ട് വന്ന് സബ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് വീണ്ടും നമ്മുടെ വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് പറയണു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. അപ്പം വീണ്ടും കാണാം. താങ്ക്